സച്ചിദാനന്ദൻ ക്ലീശ എന്ന് പറഞ്ഞ് അപമാനിച്ച പാട്ട് ഹിറ്റാക്കി കാണിക്കുമെന്ന് ശ്രീകുമാരൻ തമ്പി 2 മാസത്തിനകം പാട്ട് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ പുറത്തിറക്കും. ജനങ്ങൾ പാട്ട് അംഗീകരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ലെന്നും കേരള സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ഒരു രചനയും നടത്താൻ തയ്യാറല്ലെന്നും ശ്രീകുമാരൻ തമ്പി പ്രതികരിച്ചു. ഹരിതഭംഗി കവിത ചൊല്ലുമെൻ്റെ കേരളം, സഖ്യഗിരിതൻ ലാളനയിൽ വിലസം കേരളം, ഇളനീരിൻ മധുരമൂറുമെൻ മലയാളം. വിവാദങ്ങൾക്കിടെ കേരള ഗാനം പാട്ട് പാടിക്കൊണ്ടായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ മറുപടി. പാട്ട് 2 മാസത്തിനകം റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിടാനാണ് തീരുമാനം. ഈ കേരള ഗാനം എന്ന് പറയുന്നത് ഞാൻ ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. കാരണം ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടാൻ തീരുമാനിച്ചു. ജനങ്ങളുടെ പാട്ടായിട്ട് മാറും അത്. സച്ചിദാനന്ദൻ ക്ലീഷ എന്ന് പറഞ്ഞ കവിതയിലെ പദങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ ശ്രീകുമാരൻ തമ്പി പാട്ടിലെ അംഗീകരിക്കാൻ കഴിയാത്ത പദമേതെന്ന് വ്യക്തമാക്കണമെന്നും പറയുന്നു. സ്ഥിതി സമത്വം എന്ന പദമാണ് കൃഷി, തിരുവോണം എന്ന പദമാണ് കൃഷി, ഇളനീരെന്നുള്ള പദമാണ് കൃഷി. അംഗീകരിക്കാൻ കഴിയാത്ത ധാരാളം പദങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ടിലുണ്ടായിരുന്നു. ഈ വരികളിൽ എവിടെ അംഗീകരിക്കാത്ത ഏത് പദമുള്ളത്? ഒരു പദം പറയണം. എഴുതി നൽകിയ കവിതയ്ക്ക് സാഹിത്യ അക്കാദമി കമ്മിറ്റിയുടെ അപ്രൂവൽ വാങ്ങേണ്ട ഗതികേടില്ലെന്ന് ആവർത്തിച്ച കവി ഇനിയങ്ങോട്ട് സാഹിത്യ അക്കാദമിയോടുള്ള സമീപനവും വ്യക്തമാക്കി. ശ്രീകുമാരയ്ക്ക് 3000-ലധികം പാട്ടിന് ശ്രീകുമാരൻ കമ്മിറ്റിയുടെ പോയി നിന്നിട്ട് പാട്ടിൻ്റെ അപ്രൂവൽ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. ഇനി കേരള സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ഒരു രചന നടത്താനും ഞാൻ തയ്യാറല്ല. കേരള സാഹിത്യ അക്കാദമി എനിക്കിനി അവാർഡ് തന്നാൽ ഞാൻ സ്വീകരിക്കുകയില്ല. തന്റെ പാട്ടിനെ വിമർശിച്ച സച്ചിദാനന്ദൻ സ്വയം പ്രഖ്യാപിത അന്താരാഷ്ട്ര കവിയാണെന്നും ശ്രീകുമാരൻ തമ്പി പരിഹസിച്ചു. എന്നിരുന്നാലും പാട്ട് അധികം വൈകാതെ യൂട്യൂബിൽ വരുന്നതോടെ പാട്ടിന്റെ സൗന്ദര്യം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് ശ്രീകുമാരൻ തമ്പിയുടെ നിലപാട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.